കാവുകൾ എന്ന് പറയുന്നത് ഉള്ള സങ്കല്പം വിശേഷിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ ശക്തമാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി, പാരമ്പര്യ ആചാരങ്ങളുടെ ഭാഗമായി സംരക്ഷിക്കപ്പെടുന്ന ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥകളുടെ ഭാഗമാണ് കാവുകൾ. അപ്പൊ അത്രയും കാവുകളുടെ ഇന്നത്തെ പ്രാധാന്യം വലുതായി വരികയാണ്. കാരണം വലുതായി വരുന്നു എന്ന് പറയുമ്പം ഒന്നാമതായി നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇക്കോസിസ്റ്റം ബേസ്ഡ് അഡാപ്റ്റേഷൻ, ഇപ്പോ സയന്റിഫിക്കലി അക്സെപ്റ്റഡ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി ആൻഡ് അപ്രോച്ച്. അപ്പം കാവുകൾ ഒരു പ്രദേശത്തിൻ്റെ ജൈവ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ജൈവ വൈവിധ്യ നിയമം വകുപ്പ് 37 പ്രകാരം ഇത്തരത്തിലുള്ള കാവുകളെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കാനുള്ള സാഹചര്യം നിലവിൽ നിയമത്തിലുണ്ട്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ജൈവ വൈവിധ്യ പരിപാലന സമിതി അസ്മാബി കോളേജിൻ്റെയും ഹാൺബിൽ ഫൗണ്ടേഷൻ്റെയും ഗവേഷകരുടെ നേതൃത്വത്തിൽ കാവിനെ പഠിച്ച് നല്ലൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സസ്യവൈവിധ്യത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാവുകളിൽ മാത്രം കാണുന്ന ചില സസ്യങ്ങളുണ്ട്, അത് വനത്തിനുള്ളിൽ കാണാറില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ഫ്ലജല്ലേറിയ ഇൻഡിക്ക എന്ന് പറഞ്ഞ പനമ്പുവല്ലി, അത് കോസ്റ്റ് ഏരിയയിലുള്ള കാവുകളിലാണ് കാണപ്പെടുന്നത്. നഗരവൽക്കരണവും കാലാവസ്ഥാ വ്യതിയാനവും അതിസങ്കീർണമാക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ പച്ചത്തുരുത്തുകളുടെ സംരക്ഷണവും പുനഃസ്ഥാപനവും എന്നത് ജൈവവൈവിധ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അതിലധിഷ്ഠിതമായ ജ്ഞാനത്തിൻ്റെയും തിരിച്ചുപിടിക്കലാണ്. വളരെ പ്രാധാന്യം കൊടുക്കുന്നത് എന്താ വെച്ചാൽ വനദുർഗയ്ക്കാണ്. വനദുർഗയെ ഈ കാവിനകത്ത് ഒരു തരത്തിലും ഒരു വൃക്ഷങ്ങളും ഒരു ചെടികളും മുറിക്കരുതെന്നാണ് വിശ്വാസം. തലമുറകളായി കൈമാറിപ്പോരുന്നൊരു വിശ്വാസമാണ്. പഞ്ചായത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ തീരദേശത്തിന് അനുയോജ്യമായ ജൈവ കവചം, പുന്ന, പൂപ്പരത്തി, അടമ്പ് തുടങ്ങിയ വ്യത്യസ്തമായ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതിനും കനോലി കനാലിൻ്റെ തീരത്ത് ഉപ്പുജലത്തിൻ്റെ സാന്ദ്രത വളരെ കൂടുതലായതിനാൽ അവിടെയെല്ലാം കണ്ടൽ വനങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അത് വ്യാപകമാക്കുന്നതിനും ഉൾപ്രദേശങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വ്യാപിപ്പിക്കുന്ന പ്രവർത്തനവും കാവുകളുടെ വീണ്ടെടുപ്പുകളും അതോടൊപ്പം തന്നെ എല്ലാ കുടുംബങ്ങളിലും ഫലവൃക്ഷത്തോട്ടങ്ങളുടെ വ്യാപനത്തിനായിട്ടുള്ള പദ്ധതികളും ഓർമ്മത്തുരുത്തും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് സമഗ്രമായ ഒരു പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് എന്ന ആശയത്തിൻ്റെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പഞ്ചായത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീനാരായണപുരത്തെ ഒട്ടേറെ കാവുകളിൽ സുപ്രധാന കാവാണ് ശങ്കുളങ്ങര കാവ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ കാവിനെ സംരക്ഷിക്കുക. തീരദേശത്തെ ഈ ചെറു ഗ്രാമപഞ്ചായത്തിൽ 33ലധികം കാവുകളാണ് കണ്ടെത്തിയത്. ശങ്കുളങ്ങര കാവിൽ മാത്രം 270ലധികം സസ്യങ്ങളും വളരെയധികം പക്ഷികളും പൂമ്പാറ്റകളും കൂണുകളും അങ്ങനെ വ്യത്യസ്തമായ ഒരു ജൈവവൈവിധ്യത്തിൻ്റെ 2 ഏക്കറിൽ ഒരു കലവറയാണ്. അന്തർദേശീയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വളരെ അപൂർവമായ സസ്യങ്ങളുടെ
വിത്തുകളെ ശേഖരിച്ച് നമ്മളുടെ നഴ്സറികളിൽ പരിപാലിച്ചെടുത്ത് അവയെ ബഹുജന പങ്കാളിത്തത്തോടെ, പ്രത്യേകിച്ച് തൊഴിലുറപ്പിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ ദീർഘകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ഇവിടെ നിന്നാണ് വൃക്ഷങ്ങളെല്ലാം വെട്ടിമുറിച്ച് നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുന്ന കാവുകളുടെ പുനരുജ്ജീവനം, പുനഃസ്ഥാപനം എന്നുള്ളൊരു പദ്ധതിക്ക് അതിൻ്റെ സമഗ്രതയിൽ തുടക്കം കുറിക്കുന്നത്. എൻ്റെ ബാല്യകാലം മുതൽ കളിച്ച് വളർന്നൊരു കാവെന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലും ഈ പ്രദേശത്തിൻ്റെ ജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാട്. കണ്ണുകൾ. ചെടികൾക്ക് എത്ര കണ്ണുകളുണ്ട്? 100, 1000, 10,000. പൂക്കളായിരിക്കാം ചെടികളുടെ ഉൾക്കാഴ്ച നമുക്ക് പകർന്നു തരുന്നത്. ഇക്കാണുന്ന പച്ചത്തുരുത്തുകളാണ് എൻ്റെ കൃഷ്ണമണി. അതിൽ നീലാകാശത്തെ ചാലിച്ചെടുത്ത എൻ്റെ 1000 കണ്ണുകൾ കാണണമെങ്കിൽ അങ്ങ് വാനോളം ഉയരണം. എൻ്റെ രക്തവും മാംസവും നൽകി എൻ്റെ കണ്ണുനീർ നനച്ച് വളർത്തിയെടുത്തതാണ് ഈ മിഴികൾ. നിന്റെ ബാലിശമായ അഹങ്കാരവും പടയോട്ടവും എന്നെ അസ്ഥിപഞ്ജരങ്ങളാക്കുമ്പോൾ ചിലപ്പോൾ കണ്ണുനീർ തുള്ളിയായും, ചിലപ്പോൾ ഉടലാകെ നനയുന്ന മഴയായും, രുദ്രമായ പ്രളയമായും ഞാൻ വീണ്ടും വീണ്ടും കുഞ്ഞുപൂക്കളെ ലാളിച്ചു. വിത്തുകളെ ഉണർത്തി, നാമ്പുകളെ താരാട്ടി, തേനായും ഈണങ്ങളായും ഈരടികളായും, മണ്ണിൻ്റെ ആരാധനാമൂർത്തിയായും, ഊർവരതയുടെ സംസ്കാരമായും ഞാൻ പുനർജനിക്കും. എൻ്റെ വിശാലമായ ആകാശ കണ്ണുകൾ 1000 പച്ചത്തുരുത്തുകളാൽ പുനർജനിക്കും. അത് ദർശിക്കാൻ നീ നിർമ്മിച്ച അതിർവരമ്പുകളുടെ അപ്പുറത്തേക്ക് പരസ്പരം പുണർന്ന് ഒന്നായി മാറുന്ന വേരുകളുടെ ഹൃദയശുദ്ധിയും. അകക്കണ്ണുകൾക്ക് പാരസ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ വിശാലതയും മാത്രം മതി. പച്ചത്തുരുത്തുകൾ 1000 ജീവനുകൾ ഇഴചേർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭൂമിയുടെ കണ്ണുകളാണ്.